ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് ഞാൻ 8ാം ക്ലാസ് ആയപ്പോൾ എന്റെ ചേട്ടൻ അവിടുന്ന് പഠിത്തം കഴിഞ്ഞിറങ്ങി, ചേച്ചിയും ഇറങ്ങി. അപ്പോൾ ചേട്ടന് നല്ല മാർക്കോടുകൂടിയാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ചേച്ചിയും വെഞ്ഞാറമൂട് സ്കൂളിൽ ഹൈ മാർക്കോട് കൂടിയാണ് ഇറങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ടീച്ചേഴ്സിനും എല്ലാവർക്കും പിന്നെ ഇനി ആര്, കാര്യം നമ്മൾ അനിയനും ചേട്ടനും ഒക്കെ ചേച്ചിയൊക്കെ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ചെറിയ മുഖഛായയുണ്ട്. ഞാൻ പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് ക്ലാസ്സിലെ ഏറ്റവും ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ബാക്ക് ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ടീച്ചർ വന്നിട്ട് കുറെ നോക്കിയിട്ട്, നിങ്ങൾ സജിയുടെയും സുനിതയുടെയും ഒക്കെ അനീജനാണോ? ഞാൻ പറഞ്ഞ അതെ ടീച്ചർ. അറിയാലോ, ചേട്ടൻ നല്ല മാർക്കോടുകൂടി പോയി, ചേച്ചിയും പോയി, ഇനി നമ്മളുടെ എല്ലാം ഒരൊറ്റ പ്രതീക്ഷ മോന സുരാജ, അങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്നെ ബാക്ക് ബെഞ്ചിൽ നിന്ന് എടുത്ത് ഫ്രണ്ട് ബെഞ്ച് കൊണ്ടുപോയിരുത്തി. ഹിന്ദി ടീച്ചറാണ്. അപ്പോൾ ഈ ഭാഷ ഒരു ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഹിന്ദി ടീച്ചർ വരും, പിന്നെ എന്നും ക്ലാസ്സിൽ വരും. അപ്പം ഞാൻ ഫ്രണ്ടിൽ കൊണ്ടിരുത്തപ്പോൾ എനിക്കും ഒന്ന് പേടിയായി. കാരണം ചേട്ടന് ചേച്ചിയുടെ വെയിറ്റ് കളയണ്ടല്ലോ. ഞാൻ ടീച്ചർ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. ഫ്രണ്ട് ബെഞ്ചിരുന്ന് ടീച്ചർ ഇങ്ങനെ, ടീച്ചറുടെ ഇങ്ങനെ എന്തൊക്കെ ചുണ്ട് ഇങ്ങനെ പോകുന്ന എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച്, അത് പഠിക്കുന്ന കുട്ടികളുടെ പ്രകൃതമായിട്ട് തന്നെ ഞാനും ഇങ്ങനെ ഇരുന്നു ഇമിറ്റേറ്റ് ചെയ്യാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ടീച്ചർ ഇസ്ലിയേ കഹുതാഹേക്കും, അന്നൊക്കെ ഈ ബാക്കി പറയിപ്പിക്കുന്ന സമ്പ്രദായമുണ്ട്. ഹിന്ദി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അക്ഷരവും അറിയില്ല, ഇതെങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. പക്ഷെ എഴുതി വെച്ചേക്കുന്ന അമ്മാതിരി ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് എഴുതും. അതിൽ അഗ്രഹണ്യനായിരുന്നു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കും. അന്നൊക്കെ ബാക്കി പറയിപ്പിക്കുന്ന സമ്പ്രദായമുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. പക്ഷെ അവിടെയും ഞാൻ ബുദ്ധി ഉപയോഗിച്ചു. ടീച്ചർ ഇങ്ങനെ ബോർഡിൽ എഴുതും, രാജാ ദശരഥനെ രാംകോ, എന്റെ മുഖത്ത് നോക്കിയിട്ട് അപ്പൊ ബാക്കി പറയണം. ഞാൻ അവിടെ ഇരുന്നിട്ട് കഹാ പറഞ്ഞു, രാജാ ദശരഥനെ രാംകോ, ഞാൻ കഹാ പറഞ്ഞു, ബേട്ടാ തൂ വഞ്ചലേ. പാവൻ ടീച്ചർ വിചാരിച്ചു ഞാൻ ശ്രദ്ധിച്ചിരുന്ന കറക്റ്റ് കാര്യങ്ങളെല്ലാം പറയാണ്, അവൻ നന്നായിട്ട് പഠിക്കുന്ന പയ്യനാണെന്ന് ടീച്ചർ വിചാരിച്ചു. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്തിന് എല്ലാവരും മറക്കാൻ ആലോചിക്കുന്ന ഒരു സംഭവമാണ് അടുത്ത് വരാൻ പോകുന്നത്. ടെസ്റ്റ് പേപ്പർ എന്ന് കേട്ടപ്പോഴേ ഒരു നിമിഷം എന്റെ വീട്ടിൽ എല്ലാവരും കൂടെ എന്റെ നെഞ്ചത്ത് റീത്ത് വയ്ക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്റെ അമ്മ അച്ഛനും എല്ലാവരും കൂടെ ഒന്ന് കരയുന്നു. അങ്ങനെ ആയിപ്പോയി. കാരണം ഈശ്വര, ടെസ്റ്റ് പേപ്പറിൽ പിന്നെ ഒരു കളി നടക്കുമല്ലോ. പക്ഷെ എന്റെ കൂടെ ഇരിക്കുന്നവൻ, എന്റെ തൊട്ടടുത്തിരിക്കുന്ന അരുൺ ഇന്ന് ഡോക്ടറാണ്. അരുണ് നന്നായിട്ട് പഠിക്കും. അപ്പൊ അന്ന് ടെസ്റ്റ് പേപ്പറിന്റെ അരുണ് വെഞ്ഞാറമൂട്ടി എന്നൊരു കടയിൽ നിന്നാണ് പിന്നെ പേനയും പേപ്പറൊക്കെ വാങ്ങിയത്. അതേ കടയിൽ നിന്ന് അവൻ വാങ്ങിയ അതേ കളർ പേനയും പേപ്പറും വാങ്ങി, അതേ മഷിയിലുള്ളത്. വന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു. അപ്പൊ അവൻ ഇത്തിരി സാമ്പത്തികമായിട്ടൊക്കെ മുന്നോക്കം നിൽക്കുന്ന പയ്യനാണ്. അവൻ ഐസ്ക്രീമൊക്കെ, ഞാൻ ഐസ്ക്രീമൊക്കെ ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത്. അപ്പൊ അവൻ ഐസ്ക്രീമൊക്കെ കുടിക്കും. പക്ഷെ ഈ 10 പൈസക്കുള്ള കാരക്ക, റബ്ബർ മിഠായി, നെല്ലിക്കയെന്ന് അവൻ തിന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയടാ, നിന്നെ കാരക്ക വാങ്ങിച്ചു തരാം. കാരക്കോ? പിന്നെടാ, കാരക്ക വേണ്ട, ഉഗ്രനാണ്, 10 പൈസ കാരക്ക വാങ്ങിച്ചു തരാം, നീ ഇത്രയും എനിക്കൂടെ കാണിച്ചു തരണേ അളിയാ എന്ന് പറഞ്ഞിട്ട് സോപ്പിട്ട് ശരിയെന്ന് പറഞ്ഞ് കാരക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പാവപ്പെട്ട എന്റെ അരുണ് കറക്റ്റായിട്ട് എഴുതിയിട്ട് എനിക്ക് ആൻസർ കടലാസ് തരും. ഞാൻ അമ്മാതിരി തന്നെ അതേ രീതിയിൽ വച്ചിങ്ങനെ പകർത്തി എഴുതിക്കൊണ്ടിരുന്നു. ശരിക്കും അരുണ് നല്ല ഫാസ്റ്റായിട്ട് അവൻ കറക്റ്റ് പഠിച്ച പയ്യനാണ്. നല്ല രീതിയിൽ പഠിച്ച് എഴുതി തീർന്നു. അടുത്ത് എന്റെ കയ്യിരിക്കുന്ന ആൻസർ കടലാസ് എഴുതി തീർന്നെങ്കിൽ താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചതും ടീച്ചർ ഇത് കണ്ട്. ടീച്ചർ ഓടി വന്നിട്ട്, അരുൺ സ്റ്റാൻഡപ്പ്, ഗോ ഔട്ട് എന്ന് പറഞ്ഞു. നന്നായിട്ട് പഠിക്കണമെന്ന് കണ്ടരുതെന്നോ, പുറത്തു പോ. പഠിക്കുന്ന അരുണിനെ ക്ലാസ്സിന് പുറത്തും, പഠിക്കാത്ത ഞാൻ വീണ്ടും ഇവിടെ ഇരുന്ന് അന്തസ്സിന് എഴുതിക്കാം. അവന് പറയാൻ പറ്റില്ല. എന്ന് ഞാൻ പറയല്ലേടാ ഇങ്ങനെ കാല് പിടിച്ചാണ് അവ അങ്ങ് പുറത്തുപോയി. ഞാൻ ഇത് കണ്ടിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേനും തൊട്ടടുത്തിരിക്കുന്ന റജിമോനും പതിയെ ഇതിൽ നിന്ന് അങ്ങോട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നു. അളയാ ഇത്തിരി താടാടാ, ഞാൻ ഇത്തിരി ഒന്ന് എഴുതട്ടെ. ഇങ്ങനെ പിടിക്കാൻ നേരത്ത് ടീച്ചർ ഇത് കണ്ടു. ടീച്ചർ പറഞ്ഞു, എല്ലാവരും സുരാജിന്റെ ഒന്ന് കണ്ടെഴുതുന്നു, സുരാജ് മോൻ എഴുന്നേക്ക്. എന്നിട്ട് എന്നെ നേരെ കൊണ്ടുപോയി ടീച്ചറുടെ ഡെസ്കിലോട്ട് കൊണ്ടങ്ങിരുത്തി. ഞാൻ മാത്രം അവിടെ, പിള്ളേരെല്ലാം ബാക്കിൽ. ഉള്ള ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വല്ലവിധനെ എഴുതി ആൻസർ കടലാസ് എല്ലാം കൊടുത്തു. ബാക്കി കറക്റ്റ് ക്വസ്റ്റ്യൻ അതേപോലെ എഴുതി വെച്ചു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചർ വിളിച്ചിട്ട്, സുരാജ് കറക്റ്റ് റിസൾട്ടൊക്കെ പറഞ്ഞ് എല്ലാ മാർക്കൊക്കെ എഴുതി. സുരാജ് പേപ്പർ ബേക്ക് ബെഞ്ച് പോയിരുന്നു, നീ അവിടെ തന്നെ ഇരിക്കേണ്ടവനാ, നീ അല്ലാതെ ഇങ്ങോട്ടൊന്നും വരേണ്ടവനല്ല, നീ പോയി വല്ല സിനിമയിലെങ്ങാനും അഭിനയിക്കടാ.
അന്ന് ആ ടീച്ചർ ശപിച്ചുകൊണ്ടാണോ ഇല്ലെങ്കിൽ നല്ല രീതിയിലാണോ ഇനി കളിയാക്കിയാണോ എങ്ങനെ പറഞ്ഞാലും ഭാവിയിൽ ഇപ്പോ ഞാനൊരു സിനിമാ നടനായി വന്നു. ഞാൻ ആ ടീച്ചറെ ഇപ്പോഴും കാണാറുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഉർവശി ശാപം ഉപകാരം എന്ന പോലെ എനിക്ക് ചിലപ്പോൾ ആ ടീച്ചറുടെ വാക്കുകൾ ഇങ്ങനെയൊക്കെ ആയി തീർന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചേട്ടൻ തന്നെ പറഞ്ഞാട്ടെ. അതെന്തുവാട് ചേട്ടൻ ഇന്നലെ കറവ മത്സരം അമ്മ ഞാൻ മറന്നുപോയില്ലേ. ചേട്ടനല്ലേ കഴിഞ്ഞ വർഷം 75 ലിറ്റർ കാരണം പ്രൈസ് വാങ്ങി തന്നത്. അതെ. ഈ കാര്യം പറയാൻ വേണ്ടി ചേട്ടന്റെ വീട്ടിൽ വന്നപ്പോഴാ വലിയ രസം. ചേട്ടന്റെ വീടുമില്ല, ആളുമില്ല. എന്തുവാട് നിങ്ങൾ ആറ്റിന്റെ തീർത്തും താമസം മാറിയോ? അത് ഞാൻ എന്നെ മാറി. അത് ശരി. ഇപ്പോഴെങ്ങനെ തോന്നിയല്ല ഇവിടുന്ന് മാറാൻ. ഞാൻ നിങ്ങൾ തിരക്കി അവിടെ വന്നപ്പോഴത്തേന് ആറ്റിനകത്ത് കിടന്ന് പെണ്ണുങ്ങളെ കുളിയും ബഹളവും ഒരു മറയുമില്ലാതെ. പിന്നല്ലാതെ. ഇപ്പൊ എവിടെ താമസിക്കുന്നത്? ഇപ്പൊ ഞാൻ ആറ്റിന്റെ അരികത്തോട്ടാക്കി. അതെന്ത്? പഴയ പോലെ കണ്ണത്ര പിടിക്കുന്നില്ല. എന്നാ പിന്നെ നടുക്കങ്ങോട്ട് ഇറക്കി വെക്കാൻ ഞാൻ ഇറക്കി വെച്ചാൽ നാട്ടുകാരെല്ലാം ചെന്ന് കരയെ കയറ്റണത്. അത് ശരി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ഥിരം കൃഷിയാണ്. നാട്ടുകാർ കരക്കിടക്ക് നിങ്ങൾ എന്ത് പണിയെ കാണിച്ചിട്ട് പോയ? നിങ്ങൾ ആ ജാനം വേറെ 6 മാസം മുതൽ പ്രായമില്ലാത്ത കൊച്ചിനെടുത്ത് വെള്ളത്തിട്ട് എന്തിന്? അതിന്റെ കുറ്റവും. അത് ശരിയാ. അപ്പൊ അതൊരു കുറ്റം അല്ലയോ? ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2 എണ്ണം അടിച്ചുകൊണ്ട് അതുവഴി പോയപ്പോ നമ്മളെ ജാനമ്മയെ കണ്ട്. ജാനമ്മ ഇപ്പൊ പ്രസവം എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയല്ലേ ഉള്ളൂ. ഞാൻ ജാനമ്മ എടുത്തു വെച്ച് ജാനമ്മ നിന്റെ കുഞ്ഞ് സുഖമായിട്ടിരിക്കണെന്ന് ചോദിച്ചു. അപ്പൊ അവൾ എന്നോട് ഒന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്നാ, കുഞ്ഞിതാപ്പ നീന്തി തുടങ്ങിയേ ഉള്ളെന്ന്. എന്നാ ഒന്ന് കാരണമല്ലോ എന്ന് കരുതി അവളെ വീട്ടിൽ ചെന്നപ്പോ കുഞ്ഞിനെ എണ്ണ തേച്ച് അറയത്തിട്ടേക്കുന്നു. ഞാൻ എടുത്ത് കുളത്തിയിട്ട് എന്തിന്? നീന്തൽ കാണാൻ. എടാ പിന്നെ പിടി കിട്ടി. അതൊക്കെ നീന്തൽ മാത്രമല്ലെന്നേ, പിന്നെ അത്രയായിട്ട് മുക്കിളിട്ട് പോണ ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. അവയായിട്ട് കുളം മറിഞ്ഞു പോയെന്ന്. അത് ശരി. അപ്പൊ കൊച്ചിനടുത്ത് വെള്ളത്തിട്ട് പോലീസുകാരെ പേടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുക. പോലീസുകാരെ നീ അല്പം പേടിക്കുന്നത് നല്ലതാ. എന്തോ ഇവിടെ കംപ്ലീറ്റ് പോലീസുകാരന്മാരെ എന്റെ ഒങ്ങാക്കി പിടിക്കും. ഞാൻ പേടിക്കേണ്ട കാര്യം. നീ ആ രമണിയുടെ വീട്ടിൽ ഈടായിട്ട് വന്ന് കറങ്ങുന്നവരെ ഞാൻ നാട്ടിൽ ഫ്ലാഷ് ആക്കും. ചുമ്മാ ചേട്ടാ വെള്ളം എടുത്തിട്ട് ചുമ്മാ വൃത്തിയോട് പറഞ്ഞാൽ ചുമ്മാ അടങ്ങിയിരിക്കണേ. നീ ഇന്നലെ അവിടെ കറങ്ങുന്ന ഞാൻ കണ്ടല്ലോടാ. എന്റെ പൊന്നി ചേട്ടാ, നിങ്ങൾ ഈ പറയുന്ന രമണിയുടെ വീട് എന്റെ വീടുമായിട്ട് ഏതാണ്ട് 20 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. 20 കിലോമീറ്റർ. പൊന്നു മോനെ, 10,000 നല്ല നെല്ലുണ്ടെങ്കിൽ എലിയങ്ങ് മൂന്നാറിന്നും വരും. അതുകൊണ്ട് നീ വ്യത്യാസം പറഞ്ഞ അമ്മക്ക് തിളക്കണ്ട, നീ പോ. എന്തൊക്കെയാണ് വിശേഷം? സുഖാണല്ലോ. എന്താ പറയുന്നു? സുഖം തന്നെയല്ലേ? ഇത് എന്റെ ഏരിയ. ഇവിടെ ഏത് കൂതറ വന്നാലും എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. അറിയൂ കൂതറ? മനസ്സിലായില്ലേ? ഇല്ല. ചേട്ടാ ശിവൻ. ശിവൻ ശിവൻ മറ്റേ ശിവൻ. ഇന്റെ പരമശിവന് ഇപ്പൊ ഈ കോലത്തിലൊക്കെ ആയാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിറങ്ങി. എനിക്ക് വയ്യ സവരല്ല മുറ. അടിയങ്ങളെ കാത്തോന്നെ അടിയങ്ങൾ മദ്യവനല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. അമ്മയുടെ ഡീസന്റ് കുടുംബം. എന്റെ പൊന്നി ചേട്ടാ, ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൂടെ നിൽക്കുന്ന ഈ പെൺകുട്ടിയെ മനസ്സിലായോ? പുള്ളിയുടെ കൂടെ ഇങ്ങോട്ട് മാറി. ചേട്ടാ എടാ, ശിവന്റെ കൂടെ പാർവതിയല്ലാതെ പിന്നെ നിന്റെ കുഞ്ഞമ്മ നീക്കൂ. ചുമ്മാ മദ്യ വെച്ചിട്ട് പറയുന്നത് ചുമ്മാ. ചേട്ടാ ശിവൻ എന്ന് പറയുന്നത് അവന്റെ പേരാ, അല്ല ദൈവം ശിവനല്ല. അപ്പൊ അവിടെ നമ്മൾ കൊച്ചായി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ? സുഖമായിട്ട് പോകുന്നു. കഴിഞ്ഞ മാസം 27 ട്രെയിനകത്ത് വെച്ച് നമ്മൾ കണ്ടുവിടുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. ഇയാൾ കണ്ണടച്ച് കാണിച്ചു. ഇയാളെ കണ്ണടച്ച് പോടാ വെറുതെ അടി വാങ്ങിച്ചു പിടിക്കാൻ. ഈ അഭ്യാസം എന്റെ കാണിക്കരുത്. ഇയാൾ കണ്ണടച്ച് കാണിച്ചോ ഇല്ല? കണ്ണടച്ചോ? എന്തോടെ ഇത്? എടാ ഇയാളെ ഇത് ആരെ കണ്ണടേ? ഇത് എന്റെ കണ്ണല്ലേടെ? എന്റെ കണ്ണ് എനിക്ക് അടച്ചുകൂടെയുടെ? എന്റെ കണ്ണടച്ച എന്റെ കരഞ്ഞിരുന്നരസി എന്റെ കൊണ്ടുവരണു. ഇതെന്തൊരു പാടറേ ഇത്? ഇയാളെ പാമ്പാണല്ലേ? അല്ലടി മൂക്കായി. ചുമ്മാ മദ്യം വെച്ചിരിക്കുന്നത് വല്ല ആവശ്യമില്ല. ചുമ്മാ. ഇതിന്റെ ആരെന്ന് പറഞ്ഞു? ഇതെന്റെ സുഹൃത്തിന്റെ വൈഫാ. അപ്പൊ നിന്റെ വൈഫല്ല? എന്റെ വൈഫല്ല. അപ്പൊ അവന്റെ വൈഫ്. അത് ശരിയടാ. പട്ടി കിഴങ്ങാ കൊണ്ട് നിർത്തി കൊടുത്തേക്കുന്നു റാസ്കൽ. നിന്റെ വൈഫല്ല? എന്റെ വൈഫല്ല. അപ്പൊ അനിയന് പോകാം. ഞാനിവിടെ നിൽക്കുന്നോണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ട് മോനെ. സംഗതി പാൽപ്പായസമാണെങ്കിലും പട്ടിനാക്കിയാ തീർന്നില്ലേ? ശിവന്റെ സൗണ്ട് കേട്ടാ? അല്ല പിന്നെ ദേഷ്യം വരൂലേ? വേണ്ട എന്ന് വിചാരിക്കുമ്പോ തലേ കറണ റാസ്കല്ലേ. എന്റെ സുഖാനെ കറിയില്ല. നിന്ന് അടി വാങ്ങിച്ചു കൂട്ടണ പാർട്ടിയാണ് ഞാൻ. പോകോ. എന്റെ പൊന്നേട്ടാ, നിങ്ങൾ എന്തിനാ നാട്ടുകാരും തല്ലുകൊണ്ട് ഞാൻ ചാവുന്നത്? എന്തുവാ? നല്ലൊരു ജോലിയുള്ള മനുഷ്യരല്ലേ നിങ്ങൾ? അതിന്
റെയിൽവേയിൽ ട്രെയിൻ ഓടിക്കാൻ ഇതേ കണക്കൊരു വിദഗ്ധൻ വേറെയില്ല. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് വാങ്ങിച്ച മനുഷ്യനായി നിൽക്കുന്നത്. സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. റെയിൽവേ ട്രാക്കിൽ നിന്നും ട്രെയിൻ ഇറക്കി വാഴപ്പണ വഴി, തെങ്ങുമണ വഴി, റബ്ബറുംപളയെ കൂടെയൊക്കെ ട്രെയിൻ ഓടിച്ച് വീണ്ടും റെയിൽവേ ട്രാക്കിൽ കയറ്റിയതിനു ശേഷം യഥാർത്ഥ സ്റ്റോപ്പിൽ കൊണ്ട് നിർത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് വാങ്ങിച്ചത്. കിട്ടി. സത്യത്തിൽ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ടല്ലേ. സംഭവം പറഞ്ഞ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും വലിയ ജനങ്ങള് ഇരിക്കവേ ഞാൻ ഉള്ള സത്യം പറയാം. അമ്മേനെ ഞാൻ കറക്റ്റ് റെയിൽവേ ട്രാക്കിൽ കൂടെ കറക്റ്റ് ട്രെയിനിങ്ങിനെ ഓടിച്ചുകൊണ്ട് പോയപ്പോ പെട്ടെന്ന് ട്രാക്കിൽ എന്റെ മുമ്പ് ഒരുത്തൻ ചാകാനായിട്ട് തലയം വെച്ചോണ്ട് കിടക്കുന്നു. ഞാൻ മണ്ടത്തരം ചേട്ടാ നിങ്ങൾ ഈ കാണിച്ചത്. ചേട്ടാ നിങ്ങൾ ഈ ഓടിച്ചോണ്ട് ട്രെയിനകത്ത് 10,000 പേരെങ്കിലും വരുമോ? ഈ കിടക്കുന്ന ഒരു ജീവനാണ് വലുത്, 7,000 പേര് ജീവനാണ് വലുത്. ആ കിടന്നവന്റെ നെഞ്ചത്ര ട്രെയിൻ കയറ്റിറക്കിക്കൊണ്ട് പോണ്ടായിരുന്ന നിങ്ങൾ പോവുന്നു. എടാ അതിനല്ലേ വന്നത്. അപ്പൊ അവ എന്നേറ്റ് ഓടിക്കളഞ്ഞെന്നെ. ഞാൻ അവന്റെ കൂടെ വിട്ട് അവൻ തെങ്ങുമ്പന വഴി ഓടി, അമ്മേനെ കൂടെ പോയി. അവസാനം വാഴപ്പനെ കൊണ്ടു ചെന്ന് പുല്ലിനെ കൊന്നിച്ച് കറക്റ്റ് സ്റ്റേഷനിൽ കൊണ്ട് വണ്ടി നിർത്തി. എനിക്കറിയാടാ 7,000 ജീവനാണ് വലുതെന്ന്. അതിന് പുല്ലിനെ കൊല്ലാൻ പെട്ട പാട് അവരെല്ലാം മുറ. അത് ശരി. അപ്പൊ ഏകദേശം രൂപ എനിക്ക് പിടികിട്ടി. കറക്റ്റ് 6 മണിയാകുമ്പോ കറവ മത്സരത്തിന് എത്ര അറിയാമല്ലോ. ഞാൻ വരുന്നില്ല. ഓക്കെ, ഞാൻ പേര് കൊടുക്കാൻ പോയാ. കറവ മത്സരം നമ്മളെ പഠിപ്പിക്കും.